ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാവം മീനു നല്ല റെഡിയായി ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് അർജുനോട് പറയുകയാണല്ലോ. മുല്ലപ്പൂ വാങ്ങിച്ച് വന്നിട്ട് ചൂടി കൊടുക്കാൻ പറയുകയാണ്. അത് ചൂടി കൊടുക്കുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലൊക്കെ ഇങ്ങനെ മതി മറന്ന് നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് പറയണമെന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ അർജുൻ തിരിച്ച് പിടിച്ച് നിർത്തിയിട്ട് മീനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറയാനുള്ളത്, പറ മീനു എന്ന് ചോദിക്കണ്ട. അത് അർജുൻ, എനിക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞിങ്ങനെ തുടങ്ങണതും ദേ കാഞ്ചന കയറി വരുന്നുണ്ട് റൂമിലോട്ട്. ആ മീനു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും ഞെട്ടിപ്പോവുക കേട്ടോ. നിന്നെ ദേ അമ്മ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ വന്നോളാന്ന് പറ. അത് പറ്റില്ല, നിന്നെ കൈയോടെ തന്നെ വിളിച്ചിട്ട് വരാനാണ് അമ്മ പറഞ്ഞിരിക്കണേ, നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് മീനു വല്ലാണ്ട് മടിച്ച് നിൽക്കുകയാണ് കേട്ടോ പോവാനായിട്ട്. അർജുനോട് പറയാനുള്ളൊരു അവസരമായിരുന്നല്ലോ. അപ്പോൾ അർജുനും ഇങ്ങനെ നോക്കുകയാണ്. കാഞ്ചന ഒരു വിധത്തിലും വിടുന്നില്ല, മീനുവിനും കൊണ്ടേ പോകുള്ളൂ എന്നുള്ള വാശിയിലാണ്. അവസാനം അർജുൻ തന്നെ പറയുന്നുണ്ട്, മീനു നീ അമ്മ വിളിച്ചതല്ലേ, പോയിട്ട് വാ, പെട്ടെന്ന് വന്നാൽ മതി, നീ ചെല്ലെന്ന് പറഞ്ഞ് തള്ളി ഉന്തി വിടുക കേട്ടോ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി നേരെ അടുക്കളയിലേക്ക് ചെല്ലാണ്. അടുക്കളയിൽ ചെല്ലുമ്പോഴത്തേക്കിനും ചെന്ന പാടെ തന്നെ കാഞ്ചന പറഞ്ഞിട്ടുണ്ട്, അമ്മേ ദേ ഞാൻ മീനുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്കിനി ഉറക്കം വരിക, ഞാൻ പോയി കിടന്ന് ഉറങ്ങാമെന്ന്. അങ്ങനെ കാഞ്ചനെ പാടൂക്കി പോയി കേട്ടോ. എന്നിട്ട് മീനു ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ എന്നെ വിളിപ്പിച്ചത്, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, നീ ഒന്ന് ഈ കിച്ചണിലോട്ട് നോക്കുമ്പോഴത്തേക്കിനും എന്താ ഒരു മൈദപ്പൊടി ഇടുന്ന പാത്രം തട്ടിമറിച്ച് ഇട്ടേക്കായിട്ട് തറയിൽ അത്രയും മൈദയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് ആരാ ഇവിടെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഈ അമ്മ ഞാനല്ല, നീയല്ലേ. ഇവിടെ കാഞ്ചനയോട് ചോദിച്ചപ്പോൾ അവളല്ല എന്ന് പറഞ്ഞു, ബാക്കി ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ അവളൊന്നും അല്ല എന്ന് പറഞ്ഞു. നീ അല്ലെങ്കിൽ നിൻ്റെ അനിയത്തി, അല്ലാതെ വേറെ ആരും അവന് വഴിയില്ല. അമ്മേ ഞാനിവിടെ ഒന്നും കയറി അതൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തന്നെ നീ നിൻ്റെ അനിയത്തിയാണല്ലോ ഇപ്പോൾ ഈ അടുക്കള ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്, അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട പരിപാടി നിനക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം വൃത്തിയാക്ക്, മര്യാദയ്ക്ക് എല്ലായിടും വൃത്തിയാക്കുക. അത് മാത്രമല്ല, തറയൊക്കെ കിടക്കുന്ന കണ്ടല്ലോ, എല്ലാം വാരി വൃത്തിയാക്കി നീറ്റാക്കിയതിന് ശേഷം നീ ഇവിടുന്ന് പോയാൽ മതി, ഇല്ലാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറയുമ്പോൾ പാവം മീനു വിഷമിച്ച് നിൽക്കുകയാണ്. എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഉടുത്ത സാരിയെല്ലാം ചുറ്റിക്കെട്ടി വലിച്ചു വാരി വെച്ചിട്ട് അവിടെ ഇരുന്നും കൊണ്ട് മൈദയെല്ലാം വാരി പാത്രത്തിലാക്കി, പിന്നെ തൂത്ത് തുടച്ച് അവിടെ വെള്ളം കൊണ്ടുവന്ന് തുടച്ച് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. അങ്ങനെ നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അഖിലയും റൂമിൽ കാത്തിരിക്കുകയാണ് ഗൗതമിൻ്റെ അടുത്ത് വരാനായിട്ട്. ഇവൻ എന്താ ലേറ്റ് ആവുന്നത് എന്നും പറഞ്ഞിട്ട്, ആരാ ആ പെണ്ണ് എന്നെ വിളിച്ചത്, വീട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നാട്ടുകാരുടെ അടുത്തല്ല ഇവൻ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയോ, ദൈവമേ എന്താ ഒരു നാണക്കേടായി, ഇവൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗൗതം കുടിച്ച് ലെക്കില്ലാതെ വരാൻ കേട്ടോ. വന്ന് കയറുമ്പോൾ അഖിലേക്ക് വിഷമാവുന്നുണ്ട്. എന്നിട്ട് വന്ന് അഖിലെ കണ്ടുടനെ തന്നെ മൊബൈലിലൊരു പാട്ടൊക്കെ ഇടാൻ കേട്ടോ. പാട്ടിട്ട് ഭയങ്കര ഡാൻസ് കളിക്കുകയാണ് സന്തോഷം കൊണ്ട്. അപ്പോൾ അഖില ചോദിക്കുന്നുണ്ട്, എന്താ നിന്നോട് നിർത്താനാണ് പറഞ്ഞ ഈ പാട്ട്. അവസാനം പാട്ട് നിർത്തണുണ്ട്. നീ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, എന്താ നിൻ്റെ വിചാരം, എന്ത് ഭാവിച്ചാൽ നീ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഞാൻ എന്ത് ഭാവിക്കാം, നീ ഒന്ന് പോടി, നീ എന്നോട് പറഞ്ഞത് ഐ ഹേറ്റ് യു എന്നല്ലേ, നീ ഒരു തവണ എൻ്റെ അടുത്ത് ഹേറ്റ് യു പറഞ്ഞാൽ ഞാൻ 1000 തവണ പറയൂടി ഐ ഹേറ്റ് യു എന്ന് തിരിച്ച് പറയട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഗൗതമിനോട് പറഞ്ഞാൽ ആളുണ്ടെന്നുള്ളത്, പറ ഗൗതമേ, ആ പെണ്ണ് ആരാന്നാണ് ഞാൻ ചോദിക്കുന്നത്, എന്നെ വിളിച്ച് തെറി പറയാൻ വേണ്ടി, അവൾ ആരാ. അപ്പം ഗൗതമിൻ്റെ പവർ നിനക്ക് മനസ്സിലായോ, ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പലരും കാണും അത് ചോദിക്കാനായിട്ട് എന്ന് പറയണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു തവണയല്ല 1,00,000 തവണ നിന്നോട് ഞാൻ പറഞ്ഞു ഐ ഹേറ്റ് യു എന്ന്, നിന്നെ എനിക്ക് വെറുപ്പാടാ എന്ന് പറയാം കേട്ടോ. എന്നാലും ഗൗതമിനൊന്നും ഒരു പ്രശ്നമല്ല, സന്തോഷം കൊണ്ട് ചെന്ന് കിടന്ന് ഉറങ്ങാം കേട്ടോ. അപ്പം അഖില വിചാരിക്കുന്നുണ്ട്, ഇവനെ ഇങ്ങനെ വിട്ട പറ്റില്ല, ഇതാരാന്നൊന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് അഖിലേൻ്റെ ഫോണിൽ വിളിച്ച് ആ നമ്പറിൽ അഖില ഫോൺ എടുത്തുകൊണ്ട് പുറത്ത് തിരിച്ച് വിളിക്കുക കേട്ടോ. അപ്പോൾ ഗൗതമിൻ്റെ ഫ്രണ്ടാണ് ഫോൺ എടുക്കുന്നതല്ലേ. ഹലോ പറയുമ്പോൾ ഒരു ആണിൻ്റെ സൗണ്ടാണ്. അപ്പോൾ അഖില ചോദിക്കുന്നുണ്ട്, നീ ആരാടാന്ന് ചോദിക്കുന്നു. നീ ആരാ, നീ എന്നെ വിളിച്ചിട്ട്, ഈ ഫോണിൽ നിന്ന് എനിക്കൊരു കോള് വന്നിരുന്നു ഒരു പെണ്ണിൻ്റെ സൗണ്ടിൽ, അതാരാ ആ പെണ്ണ്. ആദ്യമൊന്നും പുള്ളിക്കാരൻ മറന്നു പോയിട്ടോ, മനസ്സിലാവണില്ല. പിന്നീട് പെണ്ണെന്ന് അഖില പറയുമ്പോഴാണ് ആലോചിക്കുന്നത്, ഗൗതമിൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് ഈ പെണ്ണിൻ്റെ ശബ്ദത്തിൽ പറയിപ്പിച്ചില്ലേ, ഈ ഫോൺ നമ്പറിൽ നിന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ വിചാരിക്കണം, അയ്യോ അഖില സിസ്റ്റർ ആയിരുന്നു ഇത്. ഉടനെ ഫോണിൽ സിസ്റ്റർ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ അഖില ചോദിക്കണം, സിസ്റ്ററോ, ഏത് സിസ്റ്റർ, അല്ല എൻ്റെ സിസ്റ്റർ, എൻ്റെ സഹോദരി ആണ് വിളിച്ചത്. നിൻ്റെ സഹോദരി എന്തിനാ ഗൗതമിനെ വിളിക്കണേ, അതല്ല അവൾക്ക് എന്നോട് എങ്ങനെ ഒരു ഏട്ടനെ പോലുള്ള സ്നേഹം തന്നെയാണ് ഗൗതമിനോടുള്ള, ആ ഒരു സ്നേഹം വെച്ചിട്ട് ഗൗതമിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ വിളിച്ചു എന്നേ ഉള്ളൂ. അത് ശരി,
സത്യം പറയടാ നിൻ്റെ പറച്ചിൽ കേൾക്കുമ്പോഴേ എനിക്കറിയില്ല കള്ളമാണെന്ന്. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് നിൻ്റെ കൈയും കാലും അടിച്ചൊടിച്ചിടാൻ ഞാൻ പറയാം. അത് കേൾക്കുമ്പോൾ അവൻ പേടിച്ചു പോവുക കേട്ടോ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ എന്തായാലും എന്നോട് ക്ഷമിക്ക്, എന്നാൽ പിന്നെ നീ സത്യം പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവസാനം അടി കിട്ടും എന്നുള്ള ആവുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ആ പുള്ളിക്കാരൻ എല്ലാ സത്യവും അഖിലയോട് തുറന്ന് പറയാം കേട്ടോ. ഇന്നതാണ് നടന്നത്, അത് ഗൗതം തന്നെയാണ് വിളിച്ചത്, എൻ്റെ ഫോണിൽ നിന്നാണ് പെണ്ണിൻ്റെ ശബ്ദത്തിൽ വിളിച്ചതാണെന്ന്. ഇത് കേൾക്കുമ്പോൾ അഖില പറയും ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്? ഗൗതവും നീയും. അത് വൈകിട്ട് 4 മണിയാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് കാണും. ആ സമയം നീ എന്നെ ഫോണിൽ വിളിക്കണം. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം, അതുപോലെ നീ ചെയ്യണം. അയ്യോ അത് വേണം, ഇല്ലെങ്കിൽ നീ അടി വാങ്ങുമെന്ന് പറയുമ്പോൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഐഡിയാസ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അഖില അയാൾക്ക്. അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശരി എന്നല്ല അയാൾ ഓക്കെ പറയേണ്ട, ഫോൺ വയ്ക്കുക കേട്ടോ. എന്നിട്ട് അഖില നേരെ മുറിയിലേക്ക് ചെന്നിട്ട് ഗൗതമിനെ ഇങ്ങനെ ചെറിഞ്ഞ് നോക്കണം കേട്ടോ. ഗൗതം നല്ല ഉറക്കത്തിലാണ്, നീ ആൾ കൊള്ളാലോടോ, നിനക്കുള്ള ഞാൻ വച്ചിട്ടുണ്ടടാ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇവിടെ പാവം മീനു എല്ലാ ജോലിയും കഴിഞ്ഞ് കിടക്കാനായിട്ട് റൂമിലേക്ക് വരുമ്പോൾ അർജുൻ ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. അർജുൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, നല്ല ക്ഷീണിച്ച് അങ്ങനെ കട്ടിലിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. വലിയൊരു നിരാശയോട് കൂടിയാണ് മീനു അർജുൻ്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് അലമാര തുറന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അർജുന് മൂടിയെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അർജുൻ ആ കട്ടിലിൽ വന്ന് ഒരുപാട് നിരാശയും സങ്കടവും വിഷമവും എന്താ ആരോടും ഒന്നും പറയാൻ പറ്റാതെ ഉള്ളിൽ നിറച്ച് വെച്ച് ഇങ്ങനെ ആ ബെഡിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വല്ലവിധേനും നേരം വെളുക്കുന്ന സമയത്ത് മോഹിനി ഉണ്ടല്ലോ, അമലിൻ്റെ അമ്മ മോഹിനി നേരെ രാജേന്ദ്രൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇതെല്ലാം അമലിൻ്റെ ഐഡിയയാണ്. അമൽ പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും അതിനകത്ത് കയറിക്കൊടണമെന്ന്, അതും പ്രകാരമാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ രാഖി രാവിലെ വന്ന് കഥക്ക് തുറക്കുമ്പോഴത്തേക്കും അപ്പച്ചി വന്നിരിപ്പുണ്ട്. മോഹിനി അപ്പച്ചിയോ, എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ അത് അച്ഛനില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഓടിപ്പോയി മാലുവിനോടും അമ്മയോടും രാഖി പറയാനുണ്ട് മോഹിനി അപ്പച്ചി വന്നിരിപ്പുണ്ടെന്ന്. അവളെന്തിനാ ഇതിനകത്ത് കയറി വന്നത് എന്നും പറഞ്ഞ അമ്മയും മാലുവും കൂടെ വന്ന് വഴക്ക് പറയാനുണ്ട്. നീ എന്തിനാ ഇതിനകത്ത് കയറിയ, നീയും നിൻ്റെ മോനും കൂടെ ഞങ്ങളോട് ചെയ്ത എത്ര വലിയ ദ്രോഹമാണ്, അതൊക്കെ നീ മറന്നിട്ടാണോ ഇതിനകത്ത് കയറി വന്നാൽ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടടി കയറി വരാനായിട്ട്? അപ്പോൾ അവർ പറയുന്നുണ്ട് അമ്മേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മാലു എന്നോട് ക്ഷമിക്കണം, ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഇതെല്ലാം ചെയ്തത് എൻ്റെ മോന, ഞാൻ ഇതൊന്നും സത്യമായിട്ടും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല, ഈ കുടുംബം എൻ്റെയല്ലേ, നിങ്ങളുടെ മക്കളെ എൻ്റെയും കൂടെ മക്കളല്ലേ, അവർക്കൊരു ദോഷം വരുന്നത് ഞാൻ ചെയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞ് കണ്ണീരൊലിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് രാജേന്ദ്രനകത്തുണ്ട്, അവനെങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെട്ടിക്കൊല്ലും. കൊല്ലട്ടെ അമ്മേ, എന്ത് വേണം എന്നെ ചെയ്തോട്ടെ, ഞാൻ പോവില്ല, എനിക്ക് കാണണം, എനിക്ക് ക്ഷമ പറയണം എന്നൊക്കെ പറയുമ്പോൾ രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മാലു ഇവിടെ ആരാ, എന്താ സംസാരമെന്ന് ചോദിച്ചിട്ട് ഇറങ്ങി വരിക കേട്ടോ. വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കണ്ണൊക്കെ കൂർപ്പിച്ചിങ്ങനെ നോക്കണം കേട്ടോ സഹോദരിയെ കാണുമ്പോൾ. അപ്പോൾ ചോദിക്കുന്നു നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ എന്നോട് ക്ഷമിക്കണം ഏട്ടാ, ഞാൻ എത്ര നാളായിട്ട് ഈ ഒരു സങ്കടം അനുഭവിക്കണമെന്നറിയോ, അവൻ എൻ്റെ മോൻ അമലാണ് ഇതിനെല്ലാത്തിനും കാരണം, അവനോട് പറഞ്ഞാൽ കേൾക്കില്ല, അവൻ കുടിച്ച് എല്ലാം വിറ്റ് നശിപ്പിച്ചു, കുടിയൻ. ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നത്തിലായി, ജയിലിലുമായി. ഇപ്പോൾ ജയിലിൽ ചെന്ന് ഞാൻ ഒരുപാട് പെറ്റ തള്ളയായി പോയില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ജയിലിൽ നിന്ന് ഇറക്കാനും ഒക്കെ ഒത്തിരി ശ്രമിച്ചു, നടന്നില്ല. അവന് വേണ്ടി എല്ലാം ഞാൻ വിറ്റ് തൊലച്ചു, എന്നിട്ടും നടന്നില്ല. ഇപ്പോൾ അവൻ എന്നെ കാണുന്നത് പോലും കണ്ണെടുത്താൽ കണ്ടുകൂടാ, ജയിലിൽ പോയാൽ പോലും എന്നെ കാണണ്ട, ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഏട്ടാ പറയണേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ കാശില്ല, ഇത്ര നാളായിന്നറിയോ ഞാൻ നേരെ ചൊവ്വേ ഒരു ആഹാരം പോലും കഴിച്ചിട്ട്, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇതെല്ലാം ചെയ്തത്, അവനാ ഇതെല്ലാത്തിനും കാരണക്കാരെന്ന് പറഞ്ഞ് എല്ലാ പഴിയും മകൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മ പറയുന്നുണ്ട് നീയും കൂട്ടിച്ചേർന്ന് നിന്നതല്ലേന്ന്. അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞ് കണ്ണീരോടുകൂടി ഏട്ടൻ എനിക്ക് ക്ഷമ തരണം, ക്ഷമിച്ചേ പറ്റുള്ളൂ എന്ന് കൈ കൂപ്പി നിന്ന് കരയാണ്, പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ തന്നെയാണ്. പുതിയൊരു നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്